പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദേശ വിപണി ഇടിഞ്ഞു. ആശയിൽ നിന്ന് നിരാശയിലേക്ക് വധിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നലെ, അതായത് തിങ്കളാഴ്ച, നിരാശപ്പെടുത്തിക്കൊണ്ട് ഇടിവിലേക്ക് പോയി. അതിന് കാരണം വിദേശത്ത് ലിസ്റ്റ് ചെയ്ത ബഹിരാഷ്ട്ര കമ്പനികളുടെ ഓഹരിക്ക് ഇന്നലെ നല്ല ഇടിവ് രേഖപ്പെടുത്തുകയും US മാർക്കറ്റും ജപ്പാൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റുമുള്ള അങ്ങനെയുള്ള മാർക്കറ്റുകൾ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇടിവ് രേഖപ്പെടുത്തി. ഇപ്പോൾ നിഫ്റ്റി 22,445, ബാങ്ക് നിഫ്റ്റി 48,150, ഫിനാൻസ് നിഫ്റ്റി 23,035, സെൻസെക്സ് 74,115 എത്തി നിൽക്കുകയാണ്. ആ വെള്ളിയാഴ്ചത്തെ കുതിപ്പിൻ്റെ ലക്ഷണം മാറി മറിഞ്ഞത് പെട്ടെന്നാണ്. വിദേശ നിക്ഷേപകരുടെ വിറ്റുമാറുന്ന പ്രവണത തുടരുകയാണ്. ഇന്നലെ പക്ഷേ 485 കോടി രൂപയുടെ മാത്രമേ വിറ്റ് മാറിയിട്ടുള്ളൂ. എന്നാലും ആ പ്രവണത തുടരുന്നെന്ന് വേണം അനുമാനിക്കാൻ. നമ്മൾ ഇനിയിപ്പോൾ IPO വരുന്ന കമ്പനികൾ എന്ന് പറയുന്നത് ഷിപ്പിംഗ് പ്രൊജക്റ്റ്, PDP ഷിപ്പിംഗ് പ്രൊജക്റ്റ് കമ്പനിയാണ്. BSEയിലാണ് ഇവ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. IPO വരുന്നത് പ്രൈസ് 135 രൂപയാണ്. ഒരു ലോട്ടെന്ന് പറയുന്നത് 1000 എണ്ണത്തിന് അപേക്ഷിക്കണം. 1000 × 135 ആണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. 1,50,000 രൂപ. ഡേറ്റ് 10 മാർച്ചിന് അപേക്ഷിച്ച് തുടങ്ങാം. 12 മാർച്ചിന് ഇത് ക്ലോസ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് 12 മാർച്ചാണ്. അലോട്ട്മെൻറ്റ് 13 മാർച്ച്, ലിസ്റ്റിംഗ് 18 മാർച്ചിൽ സംഭവിക്കും. നിക്ഷേപക ഏജൻസിക്ക് 35%, ഏജൻസി ഇതര നിക്ഷേപകർക്ക് 15%, റീറ്റെയിലേഴ്സിന് 50%, ഇങ്ങനെയാണ് അലോട്ട് ചെയ്യുന്നത്. 2009 ഷിപ്പിംഗ് രംഗത്ത്, അതായത് ഷിപ്പിംഗ് രംഗത്ത് മാത്രമല്ല, കര, കായൽ അല്ലെങ്കിൽ കടൽ, നാവിക, വ്യോമയാന രംഗത്തുള്ള കമ്പനികളുടെ ടാക്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീർക്കുക, അവ കളക്ട് ചെയ്ത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക, ഇങ്ങനെയുള്ള വിവിധ സേവനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ IPO ആണ് വരുന്നത്. നമ്മളത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പഠനം നടത്തിയിട്ട് അപ്ലൈ ചെയ്യുക. മറ്റൊരു കമ്പനി എന്ന് പറഞ്ഞാൽ സൂപ്പർ അയൺ ഫൗണ്ടറിയാണ്. സൂപ്പർ അയൺ ഫൗണ്ടറിക്ക് BSEയിലാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വില 108 രൂപയാണ്. 1200 എണ്ണമെങ്കിലും മിനിമം അപേക്ഷിച്ചിരിക്കണം. 11 മാർച്ച് തൊട്ട് 13 മാർച്ച് വരെയാണ് അതിൻ്റെ അപേക്ഷിക്കാനുള്ള തീയതി പറഞ്ഞിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് 17 മാർച്ചാണ്. ലിസ്റ്റിംഗ് 19 മാർച്ചിന് നടക്കും. വൻകിട നിക്ഷേപക ഏജൻസിക്ക് 35%, ഏജൻസി ഇതര നിക്ഷേപകർക്ക് 15%, റീറ്റെയിലേഴ്സിന് 50%, മൊത്തം 100%ആണ് വരുന്നത്. 1988 ആരംഭിച്ചു. ഇരുമ്പ് ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ വിവിധ ആവശ്യങ്ങൾക്കുള്ള പൈപ്പുകൾ, ടെലികമ്മ്യൂണിക്കേഷൻസ് രംഗത്തുള്ള പൈപ്പുകൾ, മലിനജല ഒഴുകുന്നതിനുള്ള പൈപ്പുകൾ, കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഇതര സെറ്റ് പൈപ്പുകളെല്ലാം കൂടെ നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനിയാണ് ഇവ. ബോണസ് വരുന്ന കമ്പനി നവോക്ക അർബൻ 16 രൂപ, ബോണസ് 3:1, 16 മാർച്ച്. യാൻകോ 80, ബോണസ് 5:4, 18 മാർച്ചാണ്. KBC ഗ്ലോബൽ 1 രൂപ 10 പൈസ, 1:1, 28 മാർച്ച്. പദം കോട്ടൺ യാർഡ് 157, ബോണസ് 1:10, 18 മാർച്ച്. ഇതിപ്പോൾ പിന്നെയുള്ള സ്പ്ലിറ്റ് വരുന്ന കമ്പനിയാണ് ശുക്ര ഫാർമ 236, സ്പ്ലിറ്റ് 1:10, 21 മാർച്ച്. ബ്ലൂ പേൾ 169, സ്പ്ലിറ്റ് 1:10, 20 മാർച്ച്. സിഗ 2477, സ്പ്ലിറ്റ് 1:5, 17 മാർച്ച്. സോഫ്റ്റ് വെഞ്ചർ 35, സ്പ്ലിറ്റ് 1:10, 21 മാർച്ച്. ലാസ്റ്റ് മൈൽ 230, സ്പ്ലിറ്റ് 1:10, 2 മെയ് ആണ്. ഷാലിമാർ ഏജൻസി 115, സ്പ്ലിറ്റ് 1:10, 21 മാർച്ച്. ഡിവിഡൻഡ് വരുന്ന കമ്പനി GB ഇൻഫ്ര 1033, ഡിവിഡൻഡ് 12.50, റെക്കോർഡ് ഡേറ്റ് വരുന്നേ ഉള്ളൂ. സൺ TV 566, ഡിവിഡൻഡ് 2.50, 21 മാർച്ചാണ്. ഡിക് ടെക് 111, 80 പൈസ, 13 മാർച്ചാണ്. ബെല്ല 274, ഡിവിഡൻഡ് 1.50, 11 മാർച്ച്. സ്നോഫൾ കൺസ്യൂമർ 4677, ഡിവിഡൻഡ് 55 രൂപ, 28 ഏപ്രിൽ. ശുഭ ഇൻഡസ്ട്രീസ് 3072 രൂപ, ഡിവിഡൻഡ് 28 രൂപ വരുന്നു. റെക്കോർഡ് ഡേറ്റ് വരുന്നേ ഉള്ളൂ. KSB 607, ഡിവിഡൻഡ് 4 രൂപ, റെക്കോർഡ് ഡേറ്റ് 2 മെയ് ആണ്. ഇത് നമ്മളുടെ പഠനാർത്ഥം തയ്യാറാക്കിയ റിപ്പോർട്ടാണ്, നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുന്നതാണ്. ഇത് വായിക്കാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല. നിങ്ങൾ കൂടുതൽ പഠനം നടത്തുക. നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ
ലാഭകരമാക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക. ഇപ്പോൾ വൻ തുക വിശ്വസിച്ച് നമുക്ക് വിപണിയിൽ നിക്ഷേപിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് നല്ല കമ്പനികൾ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക, വാങ്ങുക, ചെറിയ ലാഭത്തിലൂടെ വിറ്റ് അങ്ങനെ നഷ്ടമില്ലാതെ ലാഭം ഉണ്ടാക്കുക. ഇത് മാത്രമാണ് ഇപ്പം കരണീയമായിട്ട് ഉള്ളത്. നിങ്ങൾ കൂടുതൽ പഠനം നടത്തുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.